Hello guys, a very cold welcome to one and all of you. കോൾഡ് വെൽക്കം എന്ന് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമില്ല, ഇവിടെ തണുത്ത് വിറച്ചിരിക്കുകയാണ്. എനിവേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, നാളെ എൻ്റെ ഹസ്ബൻഡ് വിപിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഞാനും കുച്ചും കൂടെ വിപിനെ വീട്ടിൽ ഇരുത്തിയിട്ട് വിപിനെ അറിയാണ്ട് ഞങ്ങൾ പോയിട്ട് വിപിനെ കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ മേടിക്കാൻ പോവാണ്. കുച്ചുൻ്റെയാണ് കേട്ടോ പ്ലാൻ. ഞാൻ ഓരോ ഡ്രസ്സ് മേടിക്കാം, അത് മേടിക്കാം, ഇത് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അവൻ സമ്മതിക്കുന്നില്ല. അവൻ പറയുന്ന അതൊന്നും ശരിയാകത്തില്ല, ഡ്രസ്സൊന്നും സർപ്രൈസ് അല്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും തന്നെ സർപ്രൈസ് അല്ല, നമ്മൾ മെറ്റൽ ഡിറ്റക്ടർ മേടിച്ചു കൊടുക്കണം എന്നാണ് അവൻ പറയുന്നത്. എനിവേ ഗൈസ്, എന്തെങ്കിലുമൊക്കെ പോയിട്ട് അവനെ സോപ്പിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കണം. അപ്പം വിപിനറിയത്തില്ല നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് മേടിക്കാൻ പോകാമെന്ന്. ഞങ്ങൾ വെറുതെ ഇവിടം വരെ ഒരു സ്ഥലത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ അടുത്തൊരു മോളിലോട്ടാണ് പോകുന്നത് കേട്ടോ. മോളിൻ്റെ പേര് മോൺകോമറി മോൾ. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ വീഡിയോയിൽ ഞങ്ങൾ ബ്ലാക്ക് ഫ്രൈഡേ ഷോപ്പിങ്ങിന് ഒരു മോൾ ഞങ്ങൾ പോയായിരുന്നല്ലോ, നിങ്ങളെ ഞാൻ കൊണ്ടുപോയല്ലോ. പക്ഷേ അതിനേക്കാളും വേറൊരു മാള് കുച്ചു ഇവിടെ വന്ന് കുച്ചു വിസ്കിയ വേറൊരു മോള് ഞങ്ങളുടെ വീടിനടുത്തായിട്ടുണ്ട്. അല്ലെങ്കിലും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലാണ് ആ മോളുടെ അവസ്ഥ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇന്നലെ ഞാൻ ഈ ബ്ലാക്ക് ഫ്രൈഡേ കഴിഞ്ഞിട്ട്, ഇന്നലെ ശനിയാഴ്ചയായിരുന്നു, അപ്പം വെറുതെ അതുവഴി പോയപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയ മോളിനെക്കാളും അടിപൊളിയായിരുന്നു ആ മോള്, നമ്മുടെ തൊട്ടടുത്തുള്ള മോള്. അവിടെ കുറേ കൂടെ സെയിലും പിന്നെ കുറേ സാധനങ്ങളും, പിന്നെ അത്ര തിരക്കില്ല. അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ പോയ ഈ കിങ് ഓഫ് പ്രഷ്യ മോളിൽ ഭയങ്കര തിരക്കായത് കാരണം നമുക്ക് നേരെ ചുവരൊന്നും നോക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ഈ നമ്മുടെ അടുത്തുള്ള ഈ മോള് സൂപ്പറായിരുന്നു. ഇന്നലെ വെറുതെ ഞങ്ങൾ അതുവഴി പ്രത്യേകിച്ചൊന്നും മേടിച്ചൊന്നുമില്ല, വെറുതെ അതുവഴി നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം കൊള്ളാമെന്ന്. അപ്പോൾ ഇന്ന് കമ്മിങ് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചും കൂടെ അവിടെ പോയിട്ട് വിവിന് എന്തായാലും ഗിഫ്റ്റ് മേടിക്കാൻ പോകണം. അപ്പോൾ യു ഗൈസ് ജോയിൻ വിത്ത് us. ഓക്കെ, ഹലോ ഗൈസ്, നമ്മുടെ ഈ മണ്ടപ്പി കുച്ചുപ്പി ഉണ്ടല്ലോ, അവൻ ഒരു 100 തവണ ഞങ്ങൾ വോക്കിന് പോവാണെന്ന് പറഞ്ഞ് വിപിന് ആവശ്യമില്ലാതെ സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലേ കുച്ചി? ശരി, ഈ വഴിയൊന്ന് കാണിച്ചിട്ട് 24 മണിക്കൂറും എനിക്ക് തണുക്കമാണ്, ഫ്രീസ് ചെയ്യണമെന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ദേഷ്യം വരുമായിരിക്കും. എങ്കിലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, നല്ല തണുപ്പാണെന്ന്. ആദ്യമേ നമ്മളൊരു കാട്ടെടുത്തു. കുച്ചുവാണ് കാട്ടെടുത്തേക്കുന്നത്. ദിസ് മോൾ ഇസ് എ കൈൻഡ് ഓഫ് ഡെഡ് മോളാണ്. ഡെഡ് മോളാണെന്ന് വെച്ചാൽ സാധാരണ ദിവസങ്ങൾ ഇവിടെ വന്നാൽ നമുക്ക് ഒറ്റ മനുഷ്യനെ കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇതിപ്പം ഇങ്ങനെ ബ്ലാക്ക് ഫ്രൈഡേ അനുബന്ധിച്ചുള്ള സെയിലൊക്കെ നടക്കുന്ന കാരണം കുറച്ചൊക്കെ ആൾക്കാരുണ്ട്. ബട്ട് ഫോർ us ദിസ് ഇസ് ഗുഡ്. $9. No, $7. ടെഡി വേണ്ട ഉച്ച, അത് അവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചേക്കുന്നേ. അത് ത്രോ. We need a Santa Claus. Let us take this white Santa Claus. No, it's $62. But there is offer. We'll get it for $16. 62. പക്ഷേ അതിന് ഓഫർ ഉണ്ടോ ചോദിച്ചു? 62. This papani is $62 and like for Black Friday sale is for $16 now. ഓക്കെ, നമുക്ക് വേറെ പപ്പാനി ഉണ്ടോ നോക്കാം. റെഡ് കളർ പപ്പാനി, നമുക്ക് അവിടെ പോയി റെഡ് കളർ പപ്പാനിയെ നോക്കാം. ഐ മീൻ സാന്റ ക്ലോസ്. നമുക്ക് ഈ സാന്റ ക്ലോസിനെ അങ്ങ് എടുത്താലോ? Get a sunglass അല്ലേ? This one. അതല്ലേ, അതുണ്ട് അപ്പയ്ക്ക്. He has that type. What? So cool. Okay, maybe you will get that for Appa. ഹലോ ഗൈസ്, അപ്രതീക്ഷിതമായിട്ട് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചു. ഭയങ്കര ഓഫർ എന്ന് വെച്ചാൽ $30 സാധനങ്ങളൊക്കെ $5. അങ്ങനെ കുറച്ച് ബാത്റൂം ടവലൊക്കെ വേണമായിരുന്നു, അതൊക്കെ ഞങ്ങൾ മേടിച്ചല്ലേ കുച്ചി. എന്നിട്ട് അതുകൊണ്ട് കാറ് വെച്ചിട്ട് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. ആൻഡ് ദിസ് ടൈം വി ആർ ഗോയിങ് ടു ഡൗൺ സ്റ്റെയർസ് അല്ലേ കുച്ചി? യെസ്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ തിരിച്ചുപോവാണ്. അപ്രതീക്ഷിതമായിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ ഞങ്ങൾക്ക് മേടിക്കേണ്ടി വന്നു. കുഴപ്പമില്ല, വർഷത്തിലൊരിക്കലല്ലേ,
അടിപൊളി ഓഫറാണ്. ഇങ്ങനെയുള്ള ഓഫറൊന്നും നമുക്ക് കിട്ടത്തില്ല. വർഷത്തിൽ ഒരിക്കലേ ഇത്രയ്ക്കും ഒരു ഭയങ്കര ഓഫർ കിട്ടത്തുള്ളൂ. സോ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനിയിപ്പം ഇന്നത്തെ ഈ വ്ളോഗും നാളത്തെ ഈ വ്ളോഗും കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് പോയിട്ട് സാധനങ്ങളൊക്കെ തിരിച്ചു വെക്കും. പ്രത്യേകിച്ച് ക്രിസ്മസ് ട്രീ ഞങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. ക്രിസ്മസ് ട്രീ ഒക്കെ എടുത്ത് പുറത്തെടുത്ത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതൊക്കെയാണ് ഇന്നത്തെ കലാപരിപാടികൾ. പറഞ്ഞോണ്ടല്ലോ, ഈ 4 ദിവസം ഒരു പരിപാടിയും ചെയ്യാതെ ഞാൻ ഉഴപ്പി കളഞ്ഞെന്നുള്ളതാണ് എൻ്റെ സത്യം. ക്രിസ്മസ് ട്രീ ഒക്കെ നീ നേരത്തെ സെറ്റ് ചെയ്യായിരുന്നു. ഞാൻ ഈ അവസാന നിമിഷം വരെ നോക്കിയിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് സെറ്റ് ചെയ്യല്ലേ, പിന്നെ എനിക്ക് സമയം കിട്ടത്തില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് ഫുൾ ഡേ എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. എനിക്ക് ഒട്ടും സമയം കിട്ടത്തില്ല. അപ്പോൾ ഇനി ഞാൻ കുറച്ച് ടൈമറൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ആദ്യമേ അപ്പം നമുക്ക് പോയിട്ട് അവിടെ പുറത്ത് ഗരാജിൽ നിന്ന് എൻ്റെ ക്രിസ്മസ് ട്രീ എടുത്തിട്ട് വരാം. ഓക്കെ. സെറ്റ് ചെയ്യാനായിട്ട് പറ്റും എങ്കിലും വേണ്ട, ഇവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ സഹായം കൂടെ എനിക്ക് വേണം. കുച്ചുക്കാം അപ്പയെ വിളിച്ചിട്ട് വാ. ക്രിസ്മസ് ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ രാത്രി 8:30 ഇനി ഞാൻ മീൻകറി ഉണ്ടാക്കാൻ പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയിട്ട് മീനൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു. കാളാഞ്ചി മേടിച്ചു, പിന്നെ എന്താ സ്പാനിഷ് മാക്രൽ ഒരു മീൻ മേടിച്ചു, പിന്നെ ഞാൻ കുറച്ച് കൊഞ്ച് മേടിച്ചു. ഞാൻ നാളെ സമുദ്ര സദ്യയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫിഷ് കൊണ്ടുള്ള കുറേ ഐറ്റംസ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ചുമന്ന മീൻകറി ഉണ്ടാക്കാൻ പോവാണ്. ചുമന്ന മീൻകറി തലേദിവസം ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ നാളെ അത് അരപ്പ് പിടിക്കത്തില്ലല്ലോ. സോ ഐ എം ഗോയിങ് ടു മേക്ക് ഫിഷ് കറി. കാളാഞ്ചി മീൻ കറി വെക്കാനും പിന്നെ മറ്റേ മീൻ സ്പാനിഷ് മാക്രൽ അത് വറക്കാനുമാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം 2 മീനിലും ഞാനിങ്ങനെ പുളി ഇട്ട് വെച്ചു. കുടംപുളി ഇട്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ മീനിൻ്റെ ആ ഒരു എന്താ പറയുക, കഴുകിയിട്ട് കുടംപുളി ഇട്ട് വെക്കുവാണെങ്കിൽ മീനിൻ്റെ ആ ഒരു ഉളുമ്പ് മാറിക്കിട്ടും. സോ ഐ ലൈക്ക് അതിനകത്ത് കുടംപുളി ഇട്ട് വെച്ചു. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഞാൻ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ റെഡിയാക്കാം. അപ്പം ശരി, ഇനി നമുക്ക് നാളെ കാണാം. ഹലോ ഗായ്സ്, സോ ടുഡേ ഈസ് December 2nd. അപ്പോൾ ഞാനിപ്പം വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഇറങ്ങി. ഞാനിനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നേരെ കോസ്കോയിൽ പോയിട്ട് കേക്ക് പിക്ക് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇന്ത്യൻ കടയിൽ പോയിട്ട് തൈരും ടൊമാറ്റോ മേടിക്കാറുണ്ട്. അപ്പം ഞാൻ കുറച്ച് നല്ല ഹറിബറിയാണ്. എന്നിട്ട് വേണം എനിക്ക് വീട്ടിൽ പോയിട്ട് എൻ്റെ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ മീൻ കറിയും മീൻ വറുത്തും വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എന്തൊക്കെ ഉണ്ടാക്കാനുണ്ടെന്ന് വെച്ചാൽ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാനുണ്ട്, പിന്നെ വെജിറ്റബിൾസ് ബീൻസ് തോരൻ, കോവയ്ക്ക ഫ്രൈ ചെയ്യും, പിന്നെ പുളിശ്ശേരി, പിന്നെ ചോറ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെനു. അപ്പൊ ഇതൊക്കെ എനിക്ക് ഇനിയിപ്പം കേക്ക് മേടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ഇതൊക്കെ ഉണ്ടാക്കണം. വളരെ കുറച്ച് സമയം എൻ്റെ കയ്യിലുള്ളൂ.
ഇന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേയും ടെസ്റ്റിനും കൂടെ വരുന്നുണ്ട്. സർപ്രൈസ് ആയിട്ടാണ് അവർ വരുന്നത്. അവർ വരുന്നതിനെ കുറിച്ച് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, കുച്ചുനും ബിബിനും അറിയത്തില്ല. സോ അപ്പോൾ അവർ വരുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കണം. ആദ്യമേ അപ്പം നമുക്ക് പോയിട്ട് കോസ്കോ പോയിട്ട് കേക്ക് പിക്ക് ചെയ്യാം. ഓക്കെ, ഒരിക്കലും ഇല്ലാത്ത പോലെ ഒരു വല്ലാത്തൊരു ക്യൂവും പോട്ടെ ട്രാഫിക്കും വന്നിരിക്കുകയാണ്. അതല്ലേലും അങ്ങനെയല്ലോ, നമ്മൾ അത്യാവശ്യപ്പെട്ട് എവിടെയെങ്കിലും പോകുമ്പം ട്രാഫിക്കും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ വരും. ഞാനൊരു 10 മിനിറ്റ് ആയിപ്പോൾ ഇവിടെ കിടക്കുന്നു. ഞാൻ വിചാരിച്ചേ തിങ്കളാഴ്ച ഇടദിവസം ആയതുകൊണ്ട് കോസ്കോയിൽ വലിയ തിരക്ക് കാണത്തില്ലെന്ന്. എനിക്കൊന്ന് വീക്കെൻഡിനെക്കാളും തിരക്കാന്ന് തോന്നുന്നു തിങ്കളാഴ്ച. ഓ മൈ ഗോഡ്, ഞാൻ കുറേ നേരം ഇവിടെ കിടന്ന് ചുറ്റുന്നു. ആയിക്കോട്ടെ, പാർക്കിംഗ് ഫൈനലി. ഇപ്പോൾ കോസ്കോ എന്ന് പറഞ്ഞൊരു സ്ഥലം ഇവിടെ ഫുൾ ടൈം തിരക്കുള്ള ഒരു സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ യൂഷ്വലി വരാറ് either സാറ്റർഡേ ഓർ സൺഡേ ആണ്. കേക്ക് സെറ്റായി. ഇനി ഞാൻ പെട്ടെന്ന് ഇന്ത്യൻ കടയിലോട്ട് ഓടട്ടെ. ഓക്കെ, ഇവിടുന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ ഇവിടെ അടുത്ത് തന്നെ. സോ ഞാൻ പെട്ടെന്ന് ഇന്ത്യൻ കടയിലോട്ട് പോട്ടെ കേട്ടോ. At the light, turn left onto Upper State Road. You've entered the parking lot for your destination. ടൊമാറ്റോ ഞാൻ കവറെടുക്കാൻ മറന്നുപോയി. തൈര്. ഓക്കെ, പിന്നെ ഒരു പാക്കറ്റ് കരിവേപ്പില കൂടെ മേടിച്ചു. അപ്പം നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ച് സെറ്റായി. ഇനിയിപ്പോൾ ഞാനൊരു മാരത്തോൺ കുക്കിംഗ് ചെയ്യാൻ പോകണം. അപ്പോൾ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. എടുക്കാൻ പോയാൽ എൻ്റെ സമയം മൊത്തം തെറ്റിപ്പോവും. സോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം മേ ബി വിൽ സീ ആഫ്റ്റർ 2 hours. അപ്പോൾ ചെറിയൊരു കുക്ക് അപ്ഡേറ്റ്. ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു. ബീൻസും കോവയ്ക്കയും എല്ലാം അരിഞ്ഞു വെച്ചു. അരപ്പൊക്കെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചാൽ അപ്പൊ എല്ലാം അരിഞ്ഞു വെക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെയൊക്കെ സെറ്റാക്കി കാണിച്ചു തരാം. ഒരു മിനിറ്റ്. അപ്പം ഫൈനലി എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒന്നുകൂടെ എല്ലാം കാണിച്ചു തരാം. എനിക്കറിയാം ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്തോ ബഹളമൊക്കെ വെച്ച് എന്തോ കാണിച്ചെന്നല്ലാണ്ട് മര്യാദയ്ക്ക് ഞാൻ കാണിച്ചില്ലല്ലോ. അപ്പം ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ടെസിനും അനലയും സർപ്രൈസ് ആയിട്ട് വരുന്നു എന്നുള്ള സംഭവം എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളായിരുന്നു. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് കുച്ചുവിനോടത് പറയേണ്ടി വന്നു. അവനോടൊരു 100 തവണ പറയല്, അപ്പയോട് പറയല്ലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ വിത്തിൻ 1 സെക്കൻഡിൽ അവനത് പൊട്ടിച്ചു. അപ്പം ഞാൻ ഈ അവസാന നിമിഷം വരെ കൊണ്ടു നടന്ന ഒരു വലിയ രഹസ്യം പൊളിഞ്ഞിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കേക്ക് കൊണ്ടേ ടേബിൾ ചെയ്യാൻ വെച്ചപ്പോൾ അവന് കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ബഹളം. അപ്പോൾ ഞാൻ പറഞ്ഞു അവരും കൂടെ വരട്ടെ, വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ അവനറിഞ്ഞു അവർ വരുന്നെന്നുള്ള കാര്യം. അങ്ങനെ അവനപ്പോൾ തന്നെ അത് സംഭവം പൊടിച്ചിട്ടുണ്ട്. പിന്നെ അറിയത്തില്ല. എനിവേ അത് ഏകദേശം ലീക്കായി. അപ്പോൾ നമുക്ക് താഴെ പോയിട്ട് ഞാൻ കുക്ക് ചെയ്ത സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച മീൻകറി ഞാനൊന്ന് വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കാളാഞ്ചി മീനാണ് കേട്ടോ. അടുത്ത സംഭവം
ബീൻസ് തോരൻ. ഇനി അടുത്ത സംഭവം കോവയ്ക്ക ഫ്രൈ. ഇതിൽ ചോറ്, കാളൻ, ഇതിൽ നമ്മുടെ കൊഞ്ച് റോസ്റ്റ്, ഇതിൽ ഫിഷ് ഫ്രൈ. ഇല്ല ഇവിടെ കുനാഫയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഉണ്ടാക്കിക്കൊണ്ടതല്ല, ഇവിടെ വന്നിട്ട് കുനാഫയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. വിവിന്റെ വരും കേട്ടല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതെന്തല്ല ഒഴിക്കുന്ന? ഷുഗർ സിറപ്പ് ഒഴിച്ചോണ്ടിരിക്കുകയാണ്. കുനാഫില്ല, ഇത് ഒറിജിനൽ പോലെ തന്നെ ആയിരിക്കും. നല്ല സ്വന്തമായിട്ട് ഉണ്ടാക്കിയാലേ കഴിക്കത്തുള്ളൂ. അല്ല ഇതുവരെ കഴിച്ചിട്ടില്ല കുനാഫ, പക്ഷെ നല്ല സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന കുനാഫയാണ്. ഓക്കെ. ഇനി എന്ത്, നമ്മുടെ ഇതിന്റെ മുകളില് പിസ്ത ഇങ്ങനെ ആഡ് ചെയ്യും. നല്ല അടിപൊളി ഫുഡായിരുന്നു. അതല്ലേ വീണ്ടും കൊഞ്ചെടുക്കാൻ ഫിഷ് ഫ്രൈയും മോരുകറിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. പിന്നെ കൊഞ്ചുകറി. കൊഞ്ചുകറി ഓക്കെ, സൂപ്പർ, താങ്ക് യു. നല്ല സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന കുനാഫ. എന്താടാ എന്താ പറഞ്ഞ? കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കി കാണിച്ചാണ്. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിയുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് ടെസിനെ അനിലേനെ ഓർക്കുവാണ് കേട്ടോ. ഈ രാത്രി സമയത്ത് എന്തൊരു തണുപ്പായിരുന്നു അറിയോ പുറത്ത്. പക്ഷേ എങ്കിലും ആ തണുപ്പിനെ ഒന്നും വകവയ്ക്കാതെ സർപ്രൈസ് ആയിട്ട് ഓടി വന്ന ഇവരാണ് അടിപൊളി ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലുമായിട്ട് കാണാം. ബൈ ബൈ.